ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷനും തമ്മിൽ സെറ്റായി. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഭരണഘടനാ സ്ഥാപനമാണ്. ഒന്ന് ഇലക്ഷൻ നടത്തുന്ന സ്ഥാപനം, മറ്റൊന്ന് ഇതൊക്കെ നീതികൾ രാജ്യത്ത് നടപ്പിലാവുന്ന പരിശോധിക്കുന്ന സ്ഥാപനം. രണ്ടും ഭരണഘടനയാണ്, സ്വതന്ത്ര സ്ഥാപനങ്ങളാണ്. ഗവൺമെൻറ്റിന് വലിയ റോളില്ല. പ്രസിഡൻ്റാണ് ഇവരെയൊക്കെ നിയമിക്കുന്നത്, പക്ഷേ അത് കഴിഞ്ഞ് വലിയ റോളില്ല. അവർ സ്വതന്ത്രരാണ്. ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടത് ടി.എൻ. ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിരിക്കുമ്പോഴാണ്. അതുവരെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ അഴിമതിയും കള്ളവോട്ടും കൊടിയ പരിപാടിയായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റി വളരെ പക്കയാക്കി ഇന്ത്യയിൽ. അതിനുശേഷം വലിയ പരാതിയില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നെയാണ് EVM വന്നത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നത്. അപ്പോഴും ചെറിയ പരാതികൾ വന്നു, പക്ഷേ അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ അതും ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ വിവാദം വന്നിരിക്കുന്നു. ഇരട്ട വോട്ട്. ഒരാൾ തന്നെ, ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 3.5 കോടി 4 കോടി ആളുകളുണ്ടെങ്കിൽ ഒരു 1/2 കോടിയെങ്കിലും 10-40 ലക്ഷം ആളുകളെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ വന്ന് 6 മാസം താമസിച്ച് കഴിഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. തുടർച്ചയായി 6 മാസം ഇവിടെ ഉണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. പെരുമ്പാവൂരൊക്കെ എത്രയോ വർഷമായിട്ടാണ് ആളുകൾ വന്ന് കിടക്കുന്നത്. ബംഗാളികളും അവരുമൊക്കെ, ആസാമികൾ, ബംഗാളികൾ, നാഗാലാൻഡുകാർ, അങ്ങനെ നോർത്ത് ഈസ്റ്റേൺ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വലിയൊരു വിഭാഗമാണ് കേരളത്തിൽ ഗൾഫ് പോലെ ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ദുബായാണിത്. ഹോട്ടലെടുത്താൽ, പിന്നെ ബാർബർ ഷോപ്പ് എടുത്താൽ, സലൂണുകൾ എടുത്താൽ, ബ്യൂട്ടി പാർലർ എടുത്താൽ, തേങ്ങ ഇടാൻ വരുന്നത്, അങ്ങനെ ആരെടുത്താലും വീട്ടിൽ കിളയ്ക്കാൻ വരുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും, സ്വിഗ്ഗി, എല്ലാറ്റിലും ഒരു മറുനാടൻ മലയാളികൾ, മറുനാടൻ അതായത് കേരളത്തിലുള്ള അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വോട്ട് കൊണ്ടു. ഇതിലാണ് വോട്ട് ചോരി, വോട്ട് കള്ളമായിട്ട് നടന്നു എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയും വോട്ടധികാർ യാത്രയൊക്കെ നടത്തി ഇന്ത്യയിൽ. പക്ഷേ അതെല്ലാം വന്നു. ഇലക്ഷൻ കമ്മീഷൻ അപ്പോഴും ഇതിനെല്ലാം മറുപടി പറയാതെ വെറുതെ ഇരുന്നു. അവസാനം അവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, വളരെ തീവ്രമായിട്ടുള്ള പ്രത്യേക തലത്തിൽ തീവ്രമായ റിവിഷൻ നടത്താൻ തീരുമാനിച്ചു. ജനുവരി കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കും. അപ്പോൾ കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ രത്തൻ കൽക്കർ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മറുപടി പറഞ്ഞു. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ രാജ്യത്തെ 140 കോടിയിൽ പരുന്ന ജനങ്ങളിൽ പ്രായപൂർത്തി വോട്ടവകാശമുള്ള 100 കോടി ആളുകളിൽ കൂടുതൽ വരുമല്ലോ, അവരുടെ മുഴുവൻ പേരുടെയും വോട്ട് കറക്റ്റാക്കി എടുക്കുന്നതിനുള്ള വലിയ ശ്രമം നടക്കുകയാണ്. അതൊരു ഹിമാലയൻ ടാസ്ക്കാണ്, പക്ഷേ അത് നടക്കുകയാണ്. അങ്ങനെ റിവിഷൻ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്ന് പറയുന്ന പ്രോഗ്രാം രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസം, പിന്നെ ഇത് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് ഈ റിസൾട്ട് പുറത്തുവിടും, അതായത് ഈ ലിസ്റ്റ് പുറത്തുവിടും. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പ്രദേശത്തുള്ള കാര്യങ്ങളെ പരിശോധിച്ച് അതിൽ കള്ളത്തരം കയറിയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ അവസരമുണ്ട്. പക്ഷേ പൗരന്മാരോട് നമുക്ക് പറയാനുള്ളത്, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ ഓരോരുത്തരും, അതിപ്പോൾ വടക്ക് കിഴക്കനായാലും തെക്ക് കിഴക്കനായാലും മലയാളിയായാലും പടിഞ്ഞാറൻ പാകിസ്ഥാനി അല്ല, ഇന്ത്യയിൽ എവിടെയുള്ള ആളായാലും ഇന്ത്യൻ പൗരനാണല്ലോ. അവരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജനാധിപത്യം എന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമുക്കതൊക്കെ അഭിമാനിക്കാം. പക്ഷേ അത് കള്ള വോട്ടിലൂടെയും കള്ളച്ചൂതിലൂടെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇരട്ടപ്പേരിലൂടെയൊക്കെ നേടുകയാണെന്ന് ലോകത്തറിയുന്നത് ശരിയല്ല. അതുകൊണ്ട് പൗരന്മാർ അവരുടെ പൗരധർമ്മം, ഒരോട്ട് ഒരു സ്ഥലത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ആ ഒരോട്ട് മാത്രം പോയി ചെയ്യുകയും കള്ളവോട്ടുള്ള കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പൗരന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എന്നാലും ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും ഗോളടിച്ചു. അവർ കൃത്യമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം. SIR, അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.